വല്യമ്മയുടെ ഓഫീസ് ചെയർ. ആ ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ചെയറാണ്. ഇതിനകത്തിരുന്നാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇതിപ്പം ബ്രൈറ്റൻ്റെ വണ്ടിയാണ്. വണ്ടി കൊള്ളാം. അപ്പോൾ ഈ കസേരയിൽ ഇങ്ങനെയുള്ളത് പഠിപ്പിച്ചത് ജോസാൻ തന്നെയാണ് കേട്ടോ. ജോസാൻ ഓരോന്നും അവനെ പഠിപ്പിക്കും. ഇടയ്ക്കിടയ്ക്ക് ഫ്രീസർ തുറന്നിട്ട് തണുപ്പ് കിട്ടാനായിട്ട് അവനെ മുഖം അതിനകത്തോട്ട് വെപ്പിക്കുക. ഇതൊക്കെയാണ് ജോസാൻ്റെ പരിപാടികൾ. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി സമയം കിട്ടിയ ഉടനെ റൂമിൽ വന്ന് ഇതിനകത്തിരുന്ന് കറക്കാം, ഇതിനകത്തിരുന്ന് ഉരുളക്കം. ഇതൊക്കെയാണ് ബ്രൈറ്റൻ്റെ ജോലി. ഇന്നത്തെ വൈകിട്ടത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. ഇത് ഇന്ന് ചിക്കൻ മേടിച്ചപ്പോൾ അതിൻ്റെ ലിവർ ഉണ്ടല്ലോ, എനിക്ക് ഒട്ടുമേ ഇഷ്ടമല്ല ആ സാധനം. ജോസാന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കുരുമുളകും ഒക്കെ ഉപ്പും ഒക്കെ പുരട്ടി ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ് ജോസാന്. വലിയ പാത്രം ഒന്ന് അടങ്ങിയിരി ജോസാ. അവിടെ കൊച്ചിന്റെ അടുത്താ. ഇങ്ങോട്ട് വെക്ക്. അവൻ അതിനേക്കാളും മുമ്പേ ഓടി വരും. ഇപ്പൊ ഓടിവായോ. നല്ല ഫ്രഷ് പുതിനയാണല്ലേ. ഉച്ചക്ക് വന്നേ. നല്ല പച്ച പുതിന 1-2 തണ്ടെടുത്തൊന്ന് ഞാൻ ഇന്നും നടും. ഇടയ്ക്ക് എൻ്റെ നല്ലപോലെ പുതിന പിടിച്ചു വന്നേ. ബംഗാളി വന്നിട്ട് അതിൻ്റെ മണ്ടേ കൊണ്ട് മണ്ണെല്ലാം കൂടിട്ടു. അടുത്ത ഇനി എന്തോ ഇട് നോക്കട്ടെ എന്തൊക്കെയാണോ. ഇത് ഒരു സ്പെഷ്യൽ സാധനമുണ്ട്. എന്തോന്ന് പറയാമോ? എനിക്കറിയത്തില്ല ജോസാൻ ഇനി എന്തൊക്കെ മേടിക്കുന്നതിന്. അരി ചെറിയായിരിക്കും. തിന്നു തീർക്കാനില്ലേ എന്നിട്ടോ? ചെറിയ നിന്റെ ചെറിയ തന്നിട്ടുണ്ടേ. ചെന്ന് നോക്കുമ്പോ കാണത്തില്ല ഇവിടെ. ചെറിയ ഒന്നുമില്ലെങ്കിൽ എന്റെ ടൂട്ടി ഫ്രൂട്ടി ചെറിയൊക്കെ എടുത്ത് തീറ്റിയ. ഞാൻ ഇവിടെ സെയിമാ. ഞാൻ കൂട്ടി വെക്കേണ്ട അവസ്ഥയാ ഇവിടെ. അതിന്റെ അപ്പുറം എന്തുണ്ടാക്കാന് ഇത് കുലുക്കി സർബത്ത്. കുലുക്കി സർബത്തിന് 1 സ്പൂൺ എങ്ങാണം മതി. ബാക്കി ഞാൻ ഇപ്പൊ എടുത്ത് തീർക്കും. എന്തോ ഏതാ ഐസ്ക്രീം ഉണ്ടാക്കാനാ കണ്ട കേട്ടോ. വേറെ എന്തോ എന്തെങ്കിലും ഉണ്ടോ നോക്കിയതാ. ഇതിന്റെ ആവശ്യം ഇല്ലായിരുന്നു. ഇവിടെ ഒത്തിരി ഉണ്ട്. ഈ കസകസ ഗരം മസാലക്കകത്തൊക്കെ വരുന്നതേ. അപ്പോൾ ഓസ്റ്റൻ വന്നുകൊണ്ട് എൻ്റെ അടുത്ത് കുറച്ച് ലിസ്റ്റ് തന്നിട്ടുണ്ട് അവൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന്. അതിലൊരു സംഭവമാണ് ഈ പുഡിങ് എന്ന് പറയുന്നത്. ഈ പുഡിങ്ങിൻ്റെ റെസിപ്പി ഓൾറെഡി എനിക്ക് തോന്നുന്നു 1 വർഷത്തിന് മുമ്പേ ബോംബെയിലുള്ള സമയത്താണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കുറേ പേര് ട്രൈ ചെയ്ത റെസിപ്പിയാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ബ്രെഡ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. കുറേ കൂടി കൂടുതലുണ്ടെന്നാണ് ഞാൻ ചിന്തിച്ചേ. അപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ സംഭവങ്ങളൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യും, അത് വേറെ കാര്യം. ഇത് ബട്ടർ ഒന്ന് തേച്ചിട്ട് ബട്ടറിനകത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മുരിച്ചെടുക്കാം. ബ്രെഡ് യാതൊരു കാരണവശാലും ഒന്നും ഇങ്ങനെ ചൂടാക്കാതെ, അതായത് മുരിക്കാതെ ഇടല്ലേ. എണ്ണയ്ക്കകത്തൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ പാനിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. അത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പേ പറഞ്ഞില്ലേ, ഞങ്ങൾ എറണാകുളത്ത് ഒരു ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടി വന്നായിരുന്നു എന്ന്. അപ്പോൾ അവിടെ 2 ദിവസത്തെ ഫുഡ് അവിടെ തന്നെയായിരുന്നു. അതിനകത്ത് ഒരു ദിവസം ഉച്ചയ്ക്കാണെന്ന് തോന്നുന്നു, ഫുഡിന് ശേഷം അവിടെ സ്വീറ്റ്സിനകത്ത് ഈ സെയിം പുഡിംഗ് ആയിരുന്നു. അപ്പോൾ ബ്രെഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ പീസാക്കി വേണമെങ്കിലും മുരിച്ചെടുക്കാമേ. അതിനുശേഷം കുറച്ച് പാലെടുക്കാം. പാലെന്ന് പറയുന്നത് കാച്ചി വെച്ച പാലോ കാച്ചാത്ത പാലോ ഏത് വേണമെങ്കിലും എടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇപ്പം മിൽക്ക് മെയ്ഡ് ജോസം മേടിച്ചുകൊണ്ട് വന്നത് കൊണ്ടാണ് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടുതൽ ചേർക്കുന്നുണ്ട്. ജോസം മേടിച്ചുകൊണ്ട് വന്ന് എന്തിനാണെന്നറിയാമോ? കുലുക്കി സർബത്ത് ഉണ്ടാക്കാൻ. നമ്മുടെ കേരളത്തിൽ കുലുക്കി സർബത്ത് പല കച്ചവടക്കാരും പല രീതിയിലാണ് ചെയ്യുന്നത്. എനിക്ക് സിമ്പിളായിട്ടുള്ളതാണ് ഇഷ്ടം. കാരണം നമ്മുടെ ചാനലിൽ തന്നെ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കുലുക്കി സർബത്ത്. അതായത് പച്ചമുളക്, ഇഞ്ചി, നാരങ്ങ, പഞ്ചസാര പൊടിച്ചത്, ഉപ്പ്,
കസ്കസ് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് കുലുക്കി അടിച്ചെടുക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ പല കടകളിലും ചിലപ്പോൾ ചിലർ അതിൽ ഫ്ലേവർ ചേർക്കാറുണ്ട്, മിൽക്ക് മെയ്ഡ് ചേർക്കാറുണ്ട്. അപ്പോൾ ഒരു 2 സ്പൂൺ മിൽക്ക് മെയ്ഡിന് വേണ്ടിയാണ് ജോസാൻ ഇത്രയും വലുത് മേടിച്ചുകൊണ്ട് വന്നേക്കുന്നത്. അത് പിന്നെ ഇരുന്നാൽ അവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിൽ യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത്. നമ്മുടെ പുഡിങ്ങിന് ടേസ്റ്റും കൂടും, നല്ലൊരു കൊഴുപ്പും കിട്ടും. പക്ഷെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടെന്ന് പറയുന്ന റെസിപ്പിയിൽ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടില്ലേ, സിമ്പിളായിട്ട് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ഇത് ഒഴിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. അതിനുശേഷം പഞ്ചസാര നോക്കിയ ശേഷം ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നീട് ഞാൻ ചേർത്തിരിക്കുന്നത് വാനില എസൻസ് ആണ്. വാനില എസൻസ് ഒഴിച്ച ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിനകത്ത് കോൺ സ്റ്റാർച്ച് എന്ന് പറയും, കോൺഫ്ലോർ അല്ലെങ്കിൽ ചോളപ്പൊടി, അത് ഇത്തിരി പാലിൽ മിക്സ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അത് കൊഴുപ്പനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയും പാലുണ്ട്, എത്രയും കട്ടി വേണം അതനുസരിച്ച് നമുക്ക് ചേർക്കാം. അല്ലെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കുറുകുന്നതിനനുസരിച്ച് ബാക്കി ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് റെസിപ്പി നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ബ്രെഡ് പുഡിംഗ് എന്നോ അല്ലെങ്കിൽ പുഡിംഗ് ഹെൽപ്പ് മീലോടെന്നോ ഒക്കെ സെർച്ച് ചെയ്താൽ മതിയേ. അപ്പോൾ അതിനുശേഷം ഞാൻ അതിൽ ചേർത്തിരിക്കുന്നത് കാഷ്യൂനട്ടും അതുപോലെ തന്നെ ബദാമും കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുത്താണ്. ഒത്തിരി അങ്ങ് പൊടിഞ്ഞിട്ടില്ല, എന്നാൽ ഒത്തിരി വലിയ പീസായിട്ടും അല്ല. പിന്നീട് ഞാൻ ചേർക്കുന്നത് എല്ലാവരും ഒക്കെ ഉണ്ടല്ലോ ഒരു ലുക്കിന് വേണ്ടി ലെമൺ യെല്ലോ കളറാണ്. ഇത് യാതൊരു നിർബന്ധവും ചേർക്കണമെന്ന് എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ എടുത്തുന്നേ ഉള്ളൂ. ഒത്തിരി ഒന്നും വേണ്ട, ഒരു 2-3 തുള്ളി അത്രയും മാത്രം മതി. ചെറുതായിട്ടൊരു കളറിന് വേണ്ടി ചേർത്തന്നേ ഉള്ളൂ. ഇത് ഈ ലെമൺ യെല്ലോ കളർ ഒഴിച്ചിട്ട് ഭയങ്കര കളറില്ലല്ലോ എന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും കോരി ഒഴിക്കരുത്, അത്യാവശ്യം കളർ ഇതിനുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് മാറ്റാം. എത്രയും കുറുക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. കാരണം ഇതിനി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാനുള്ളതാണ്. അത് വീണ്ടും കുറുകും, അത് കണക്കാക്കി വേണം നമുക്ക് ഓഫ് ചെയ്യാൻ. പിന്നെ നന്നായിട്ട് കുറുക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല എന്താണ് ഇത്തിരി ക്രീം പോലെ, അതായത് ഗുലാബ് ജാമുൻ്റെ വെള്ളമുണ്ടല്ലോ അത് കുടിക്കാനാണ് പലർക്കും ഇഷ്ടം. അതുപോലെ ഇതും ഇത്തിരി ലിക്വിഡായിട്ട് കോരി കുടിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതനുസരിച്ച് ഇത്തിരി ലൂസായിട്ട് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ അത് ബ്രെഡ് എല്ലാം ഞാൻ സ്ക്വയറായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം അടിയിൽ നമുക്ക് ബ്രെഡ് ഒന്ന് നിരത്തി കൊടുക്കാം. അതിനുശേഷം നമ്മൾ പാലിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് തോന്നി ബ്രെഡ് കുതിർന്നു പോകത്തില്ലേ, എങ്ങനെയായിരിക്കുമെന്ന് ഒരു ഡൗട്ടും വേണ്ട. നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കുമേ, ഒത്തിരി അങ്ങ് അതിനകത്തിട്ട് കുതിർന്നൊന്നും പോകത്തില്ലത്. അപ്പോൾ പാലൊഴിച്ച ശേഷം രണ്ടാമത്തെ ലെയറിന് എന്തെങ്കിലും ബ്രെഡ് ഇല്ലായിരുന്നു കേട്ടോ, തികഞ്ഞില്ല. ഞാനപ്പോൾ അതിന് പകരം ബിസ്ക്കറ്റാണ് വെച്ചിരിക്കുന്നത്. മാരിഗോൾഡ് ആണെങ്കിൽ അത് ഏത് ബിസ്ക്കറ്റ് വേണേലും എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ക്രീം ഉള്ള ബിസ്ക്കറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ക്രീം ബിസ്ക്കറ്റ് വെച്ചും ഇങ്ങനെ പുഡിംഗ് ഉണ്ടാക്കാറുണ്ട്. അതിനകത്ത് ക്രീം അങ്ങ് മാറ്റിയാൽ മതി. എന്നിട്ട് വീണ്ടും ആ പാലിന്റെ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പിസ്ത പൊടിച്ചത് ഇടാം, അല്ലെങ്കിൽ ചെറി വെക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ മാറ്റം വരുത്താം. ഞാനിപ്പോൾ ഇതിൽ എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഓൾറെഡി കാഷ്യൂനട്ടും ബദാമും ഞാൻ പൊടിച്ചിട്ടിട്ടുണ്ടല്ലോ. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. പെട്ടെന്ന് എടുക്കാനാണെങ്കിൽ ഫ്രീസറിൽ വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കണേ, അല്ലെങ്കിൽ ഐസ് പോലെ ആയിപ്പോൾ നമുക്ക് അങ്ങനെ വേണ്ട. അപ്പൊ ഞാൻ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. കുറഞ്ഞതൊരു 4-5 മണിക്കൂറെങ്കിലും നന്നായിട്ട് തണുക്കണം. അപ്പൊ രാത്രിയിലത്തെ ഊണൊക്കെ കഴിഞ്ഞിട്ടേ എടുക്കുന്നുള്ളൂ, അതിന് വേണ്ടിയാണ് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചത്. അപ്പൊ ഇന്ന് രാത്രിയിലത്തേക്ക് ഒരു ചിക്കൻ ബിരിയാണി വെക്കാനായിട്ടാണ്. ഷിഞ്ചു ഇവിടെ എല്ലാം പൊളിക്കൽ പരിപാടിയാണ്. വെളുത്തുള്ളി, ഇഞ്ചി, സവോള എല്ലാം റെഡിയാക്കുന്നു. ഓരോന്നും പേസ്റ്റ് ആക്കേണ്ടത് അങ്ങ് പേസ്റ്റ് ആക്കിയാൽ പിന്നെ നമുക്ക് എളുപ്പമാണല്ലോ. ഞാൻ എപ്പോഴും പറയുന്നതാണ് ബിരിയാണി അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ്, ചൈനീസ് ഐറ്റംസ് ഇതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഈ ഒരുമിപ്പിച്ച് വെക്കാനാണ് ഇച്ചിരി താമസം. എല്ലാം വെജിറ്റബിൾസും ഒക്കെ അരിഞ്ഞ് അല്ലെങ്കിൽ പേസ്റ്റ് ആക്കാനുള്ളതൊക്കെ ചെയ്ത് അതാണ് മാത്രമേ താമസമുള്ളൂ. ചിക്കൻ ബിരിയാണി 2 പേര് തമ്മിൽ, സൗദി ആൻഡ് കേരള. ഒരു രസവും ഇല്ല വീഡിയോയിൽ ആ മുടി വെട്ടിയിട്ട്. ഇന്നലെയൊക്കെ എന്ത് നല്ല ഭംഗിയായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. അത് വീണ്ടും കളിക്കില്ലയോ? ആ ഉള്ളിത്തലി അവിടെ അല്ലേ തീ കത്തിക്കുന്നിടത്ത് അവിടെ എവിടെയെങ്കിലും കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ. സിമ്പിൾ മാരിനേഷൻ ആണ്. ആദ്യം കുറച്ച് തൈര് ചേർക്കാം. ഈ തൈര് നമ്മൾ ചിക്കൻ ബിരിയാണിക്കും ചിക്കൻ വേവിക്കുമ്പോഴൊക്കെ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചിക്കൻ സോഫ്റ്റ് ആവാനും നന്നായിട്ട് വേവാനും വേണ്ടിയാണേ.
ഒത്തിരി പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. പിന്നെ അതിന് ശേഷം വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്. ഈ ബിരിയാണിക്ക് ഞാൻ ഒട്ടും മുളക് പൊടി ചേർക്കുന്നില്ല, പച്ചമുളകാണ് ചേർക്കുന്നത്. പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്, അതാണ് ചേർക്കുന്നത്. കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം. അപ്പോഴേക്ക് നല്ലതായിട്ട് ഇതിനകത്തൊക്കെ ഒന്ന് പിടിക്കും. കൊതുക് അതിനെ അകത്ത് കയറ്റ്, അതിന്റെ മേത്ത് മൊത്തം കൊതുക് അടിച്ചതാ. ഇതെങ്ങനെ അകത്ത് നിൽക്കൂ? ജെല്ലടയ്ക്കാൻ ഓടി കേട്ടോ. എന്താ എടുക്കുക? കുളിക്കണ്ടേ? കുളിക്കണ്ടേ? അപ്പൊ ബിരിയാണിക്ക് ഞാൻ ചോറ് വറ്റിച്ചല്ല, ഊറ്റിയാണ് എടുക്കുന്നത്. ചോറ് വെക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്തായിട്ട് കുറച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇത്രയും ചതച്ചിട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ചൂടാവുമ്പോൾ ഈ അരി ഒരു മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ച അരിയാണ് കേട്ടോ. ബസ്മതി ഗോൾഡ് ആണ്, നല്ല വേവുള്ള അരിയാണ്. നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ അരി ബസ്മതിയുടെ. അപ്പോൾ നിങ്ങൾക്ക് ഏത് അരിയാണോ നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്നത് ആ അരി എടുക്കാമേ. ഇത് നമ്മൾ നല്ല ചോറ് വെക്കുന്ന അരിയുടെ കൂട്ട് നല്ല വേവുള്ള അരിയാണ്. അപ്പോൾ ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് വേവുകയും ചെയ്യും. അപ്പോൾ ഇനി കുറച്ച് നട്ട്സ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ സാധാ എണ്ണയും പിന്നെ ബാക്കി നെയ്യുമാണ് ഒഴിക്കുന്നത്. ഇത് ഫുൾ എണ്ണയിൽ മാത്രം വേണേൽ ചെയ്യാം, ഫുൾ നെയ്യിൽ മാത്രം വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ വീട്ടിൽ തന്നെ നെയ്യ് ആക്കുന്നതുകൊണ്ട് നല്ല ആർഭാടമായിട്ടൊക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഡിഷുകൾക്കും ഞാൻ നെയ്യ് ചേർക്കുന്നുണ്ട്. അടുത്ത എൻ്റെ ബോട്ടിലും പാൽപ്പാടം നിറയാറായി. ആദ്യം അണ്ടിപ്പരിപ്പും പിന്നെ മുന്തിരിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതേ എണ്ണയിലാണ് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. സവാള അരിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കട്ടി കുറച്ച് ഇതളിതളായിട്ടിട്ടേ നമുക്കിങ്ങനെ ഫ്രൈ ചെയ്യാനായിട്ട് ചെയ്യാവേ. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സവാള ആ തീയിൽ കിടന്ന് തന്നെ മൊത്തത്തിൽ ക്രിസ്പി ആവട്ടെ എന്നും പറഞ്ഞിടരുത്, അത് കരിഞ്ഞു പോകും. കളർ ഒന്ന് മാറുമ്പോഴേ വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. തണുക്കുമ്പോൾ നല്ല ക്രിസ്പി ആവും അത്. അപ്പോൾ ഉള്ളി ഫ്രൈ ചെയ്ത ശേഷം നമുക്ക് ചിക്കൻ മസാല ഉണ്ടാക്കണം. അതിനായി കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സവാള ഏകദേശം നന്നായിട്ടൊന്ന് വയളണേ. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ അരിയും നോക്കുന്നുണ്ട്. അരി യാതൊരു കാരണവശാലും വെന്ത് പോകരുത്. പിന്നെ ഈ അരിയുടെ ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഒത്തിരി വെന്ത് പോയെന്ന് തോന്നിയാൽ പോലും തണുക്കുമ്പോൾ അത് നല്ല കട്ടിയായിട്ട് ഒന്നേ തൊടാതെ കിടക്കും. ഞാനിപ്പോൾ സ്ഥിരം ഈ അരിയാണ് മേടിക്കുന്നത്, ബസ്മതി ഗോൾഡ്. അപ്പോൾ സവാള ഏകദേശം ഒന്ന് വഴണ്ട് തുടങ്ങിയപ്പോൾ അതിനകത്തേക്ക് ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ എല്ലാം പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതല്ലാതെ ചതച്ച് വേണമെങ്കിലും ഇടാമേ. പിന്നെ ചേർത്തിരിക്കുന്നത് പച്ചമുളകിൻ്റെ പേസ്റ്റ്. ഇതെല്ലാം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണക്കാക്കിയാണ് ഇട്ടിരിക്കുന്നത്. പച്ചമുളക് പേസ്റ്റാക്കി വെക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വയലട്ടുക. അപ്പോൾ സവാള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ബിരിയാണി മസാലയാണ്. ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ബിരിയാണി മസാലയായിട്ട് തന്നെ ഇടുമ്പോൾ ഒരു പ്രത്യേക മണമൊക്കെ കിട്ടും. അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഇതിനകത്ത് മുളക് പൊടി ഒട്ടുമേ ചേർക്കുന്നില്ല. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാൻ. ചിക്കൻ ഇട്ട ശേഷം ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഇളക്കണേ. അതായത് ചിക്കൻ നന്നായിട്ടൊന്ന് കളറ് മാറാനും അതിനകത്തൊക്കെ നല്ലതുപോലെ ചൂട് പിടിച്ചൊന്ന് സോഫ്റ്റ് ആവാനുമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇന്ന് പുതിനയില നല്ല ലാവിഷായിട്ട് കിട്ടിയായിരുന്നേ. അതുകൂടി ഇട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങുമേ. പിന്നെ വറുത്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ, അതിൽ നിന്നും കുറച്ചിട്ട് അതുകൂടി ഇട്ട് നല്ലതുപോലെ ഒരു പ്രത്യേക മണമാണ് ഈ ചിക്കൻ കറിക്കകത്ത് വറുത്ത് വെച്ച ഉള്ളി ഇടുമ്പോഴേ. അപ്പോൾ അതിനുശേഷം ചിക്കൻ വേവാൻ ആവശ്യമായ വെള്ളം, ഒത്തിരി വേണ്ട കേട്ടോ, നമുക്ക് ഒത്തിരി ഗ്രേവി വേണ്ട, അത് വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ബാക്കി വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങും. നമ്മൾ ദമ്മിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് കണക്കാക്കി ഗ്രേവിക്കും ചിക്കൻ വേവാനും ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഇതിൻ്റെ തിളച്ചപ്പോൾ കണ്ടില്ലേ എത്രത്തോളം വെള്ളം അതിലുണ്ടെന്ന്. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. അപ്പോൾ ചിക്കൻ ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തായിരുന്നു. ഈ കളർ ആ ചിക്കൻ മസാലയുടെ കളറാണ്, ബിരിയാണി മസാലയുടെ. ഞാൻ ഇത്രയും കളർ പ്രതീക്ഷിച്ചില്ല, പക്ഷേ വെന്ത് വന്നപ്പോൾ ഇത്രയും കളറായിപ്പോയി. വേറെ നമ്മൾ മസാലകളൊന്നും അതിൽ ചേർത്തിട്ടില്ലല്ലോ. ഇനി ഇപ്പോൾ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി കുറച്ച് ചൂട് പാലെടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, നെയ്യ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ചേച്ചി ഇത്രയും പാല് വേണോ, കൂടുതലല്ലേ, ലിക്വിഡായി പോകത്തില്ലേ എന്നൊക്കെ ചിന്തിക്കും. നമ്മൾ ദം ചെയ്യാനാണ്, അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. ഇതാവുമ്പോൾ ഒരു പാലിൻ്റെ ടേസ്റ്റും കിട്ടും. ആ ചൂട് പാലിനകത്ത് നെയ്യ് എല്ലാം മിക്സ് ആവുകയും ചെയ്യും.
അപ്പോൾ മഞ്ഞപ്പൊടിക്ക് പകരം കുങ്കുമപ്പൂവാണ് ഇടുന്നത്. എൻ്റെ കയ്യിൽ കുങ്കുമപ്പൂ ഇല്ലാത്തതുകൊണ്ട് ഒരു കളറിന് വേണ്ടിയാണ് ഞാൻ മഞ്ഞപ്പൊടി ചേർത്തേക്കുന്നത്. അപ്പോൾ ചിക്കൻ വെച്ച അതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ദം ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് കറിയും കഷ്ണങ്ങളും ഞാൻ മാറ്റിയിട്ടുണ്ട്. ബാക്കി ഗ്രേവിയും കുറച്ച് കഷ്ണങ്ങളും അടിയിലിട്ടിട്ടുണ്ട്. കാരണം ഇത് ഒറ്റ ലെയറായിട്ട് ചെയ്യാൻ പറ്റില്ല. ചോറും കൂടുതലുണ്ട്, കറിയും കൂടുതലുണ്ട്. ഓൾറെഡി ഞാൻ അരി വെന്തപ്പോൾ തന്നെ വാർത്തിട്ടായിരുന്നു. അപ്പോൾ ആദ്യം അടിയിൽ കുറച്ച് ചിക്കൻ ഗ്രേവിയും കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചോറിട്ട് കൊടുക്കാം. അപ്പോൾ എത്ര ലെയർ ആക്കണോ എങ്ങനെയൊക്കെയാണ് അത് നമ്മുടെ ഇഷ്ടം. അപ്പോൾ ഒരു ലെയർ ഇട്ട ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും ചിക്കനും ഒക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നട്ട്സ് ഇട്ട് കൊടുക്കാം. പുതിനയില മല്ലിയില അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. ഞാൻ ചിലപ്പോഴൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് ടൂട്ടി ഫ്രൂട്ടി ഇടാറുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് ഇടുമ്പോൾ. താല്പര്യമുള്ളത് കിട്ടാൻ മതി കേട്ടോ, ഞാൻ നിർബന്ധിക്കുന്നില്ല. ചോറ് കണ്ടില്ലേ എന്ത് പെർഫെക്റ്റ് ആണെന്ന്. ഞാൻ ആദ്യം വിചാരിച്ചു അയ്യോ ഒത്തിരി അങ്ങ് വെന്തു പോയെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ തണുക്കുമ്പോൾ ഒന്നിലൊന്നേ തൊടാതെ കിടക്കും. അപ്പോൾ ഈ അരി അല്ല വേറെ അരിയാണെന്നുണ്ടെങ്കിൽ അത് കണക്കാക്കി നിങ്ങൾ വേവിക്കാവൂ. കാരണം ഇനി ദം ചെയ്യുമ്പോൾ ഒരു 15-20 മിനിറ്റ് ദമ്മിലിരുന്നും വേവാനുള്ളതാണല്ലോ ഈ ചോറ്. ലാസ്റ്റിൽ ഞാൻ കുറച്ച് പൈനാപ്പിൾ എസൻസ് ചേർക്കുന്നുണ്ട്, ചെറുതായിട്ടൊരു മണം കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് സെറ്റ് ചെയ്ത ശേഷം ആദ്യം ഒരു തവ വെക്കാം. തവ വെച്ച ശേഷം ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു 4-5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇത് വെക്കണം. അതിനുശേഷം തീരെ കുറച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ദമ്മിട്ട് വെക്കണം. ഇടയ്ക്കൊന്നും തുറക്കണ്ട. ഇത്തിരി കഴിയുമ്പോൾ തന്നെ ഒരു നല്ല മണം വരും. അപ്പോൾ ആദ്യം ഈ തവ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ തന്നെ ഒരു സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. പേടിച്ചു പോകണ്ട. ചോറ് കരിഞ്ഞു. ഈ ജോസൻ എന്നെ പേടിപ്പിച്ചു, അയ്യോ അടുക്കി പിടിച്ച മണം വരുന്നേന്ന് പറഞ്ഞു. പക്ഷേ അത് തവ ഭയങ്കരമായിട്ട് ചൂടാകുമ്പോൾ വരുന്ന സ്മെല്ലാണ്. ഇത് നോൺ സ്റ്റിക്ക് ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതൊക്കെ സൂക്ഷിച്ചേ നിങ്ങൾ ചെയ്യാവേ. ഇതാ ബിരിയാണി കടയിലേ കിട്ടും. ഈ ഉടനെ ബിരിയാണി കടയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇപ്പം പടം. കാണണമെന്ന് നിങ്ങൾ വരാഞ്ഞിരുന്നല്ലോ വരാൻ. അപ്പൊ ഞങ്ങളിവിടെ സ്പ്രേ അടിച്ച് പഠിക്കുകയാണ്. ഞാൻ വരാം ഇരുന്നു. ആ ഓസി ഇപ്പൊ പറയുന്നതായിരിക്കും. ഞാൻ ഇച്ചിരൂടൊക്കെ എരി ഇടുന്നതാണ്. പക്ഷേ ഈ കുവനെ ഓർത്ത അരി അത് ഇടാഞ്ഞ്. പിന്നെ മഞ്ഞപ്പൊടി ഇട്ടാ ജോസാൻ പറ എന്തോ നിന്റെ ബിരിയാണി എന്ന് ഇനി മഞ്ഞിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്നോട്ട് അത് കിട്ടില്ല. ഓസ്റ്റിൻ ഇനി എൻ്റെ തട്ടിക്കൂട്ട് ബിരിയാണി ആണോ? ഞാൻ മുളക് പൊടി ഇട്ടില്ല, പച്ചമുളകായിട്ട് കളർ വരാതിരിക്കാൻ. അപ്പോൾ ദമ്മൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പാത്രത്തിൽ വിളമ്പി കാണിക്കാൻ മറന്നുപോയി കേട്ടോ. ദമ്മ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ റൈസ് ഒന്നിലൊന്നേ തൊടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് മുളക് പൊടി അല്ലായിരുന്നല്ലോ, പച്ചമുളകായിരുന്നല്ലോ. ബിരിയാണിക്ക് ഏറ്റവും നല്ലത് പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഇരുന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് കഴിച്ചത്. അതിന് ശേഷമാണ് പുഡിങ് എടുത്തത്. അടുത്ത ഇവിടുത്തെ വിഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് പാലിട്ട് വെച്ചേക്കും. അടുത്ത വിഭവം അത് പറയണ്ടായിരുന്നു, എനിക്കറിഞ്ഞൂടായിരുന്നു. അല്ല ടൈറ്റ് ഉണ്ട്. കൊള്ളാലോ. ബിസ്ക്കറ്റ് തൈരിലിട്ട് വെക്കും. കൊള്ളാം. ഇച്ചിരി തണുത്താന്നല്ലോ പറയുന്നത്. തന്നെ ആ ഉള്ളിന്നൊന്ന് പറ, ഉഷാറായിട്ട് പറ. ഹൃദയത്തിനകത്തു കൊള്ളാം. അത് ആദ്യം തണുക്കുന്നതിന് മുമ്പ് ഇച്ചിരി കൊടുത്തിട്ട് അടുക്കളയിൽ നിന്ന് നോക്കിയിട്ട് ഭയങ്കര സൂപ്പർ എന്ന് പറയട്ടെ. അതിന്റെ പകുതി പോലും ഇപ്പൊ വന്നില്ല. അപ്പൊ എന്താ ബിരിയാണി കഴിച്ച് വയറ് ഫുള്ളായതുകൊണ്ട് പുഡിങ് അധികം ആരും കഴിച്ചില്ല. പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞ് ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെച്ചേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. കമന്റ് എന്തുണ്ടെങ്കിലും അറിയിക്കാൻ മറക്കരുത്. വീണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.